ഓം നമ ശിവായ. ഇന്ന് മഹാദേവന്റെ ശിവരാത്രിയാണ്. ആലുവായിൽ നിന്നും തിരുവാലൂര് വരെ അദ്ദേഹം നീണ്ടു നിവർന്ന കാളകൂടം വിളിച്ചു കിടക്കുന്ന ദിവസമാണ് ശിവരാത്രി. ഇന്ന് നമ്മളെല്ലാവരും ഉറക്കമൊഴിഞ്ഞ് ഇരിക്കേണ്ട ദിവസമാണ്. പിന്നെ ഭഗവാന്റെ ഒരു നാമം ചൊല്ലിയിട്ട് തുടങ്ങാം. കരുണാതെല്ലു നൽകണമേ ശ്രീനീലകണ്ഠ, ശരണം നിൻ പാദപത്മമേ. കരുണാകര നിൻ കൃപ വരണമെന്നാതിന്നു നിന്നെ ചരണസരോജം നിത്യം ശരണമായി വണങ്ങുന്നേൻ. ദാരിദ്ര്യം എന്നീരശാതെ കാത്തുകൊള്ളണേ, പൂരിച്ചാമോദം നൽകണേ. പാരിൽ സുഖത്തെ നൽകി പാലനം ചെയ്തിടുന്ന ഗൗരീപദേ ശംഭോ ഗംഗാധര ദേവ, മാർക്കണ്ഡനാം ബാലന്റെ ആർത്തി തീർത്തതും മുക്കണ്ണൻ പണ്ടു നീയല്ലേ. അക്കണക്കെന്നുടയ ദുഃഖമകറ്റിടണേ, അർക്കചന്ദ്രാക്ഷ ശംഭോ വയ്ക്കത്തമരും ദേവ, കരുണാതെല്ലു നൽകണമേ ശ്രീനീലകണ്ഠ, ശരണം നിൻ പാദപത്മമേ. ഇപ്പൊ നമുക്ക് കൃഷ്ണന്റെ ഒരു നാമം ചൊല്ലിയിട്ട് പുല്ലാങ്കുഴലിന്റെ കഥ പറയാം. ഭാഗ്യം വേണം. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. ഒരു ദിവസം ഒരു നേരം ഗുരുവായൂരപ്പ നിൻ തിരുനടയിൽ എത്തുവാൻ ഭാഗ്യം വേണം. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. അകതാരിൽ തിരുമുഖം കണ്ടുകണ്ടവിരാമം തിരുനാമം ചെല്ലാനും ഭാഗ്യം വേണം. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. മൂർത്തിത്രയം വീളങ്ങിഴുന്നോരാ പുണ്യ തീർത്ഥത്തിൽ നീരാടാൻ ഭാഗ്യം വേണം. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. നിദ്ര വിട്ടമ്പാടി കണ്ണൻ ചിരിക്കുമ്പോൾ നിർമാല്യം കാണാനും ഭാഗ്യം വേണം. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. നെയ്ത്തിരി നാളത്തിൽ പ്രഭയാലി തിരുവാക ചാർത്തു കണ്ടിടുവാൻ ഭാഗ്യം വേണം. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. അഭിഷേകം കഴിയുമ്പോൾ ആർത്തിയോടെ വെണ്ണ നുകരുന്നതു കാണാൻ ഭാഗ്യം വേണം. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. തിരുവുടയാടയുമായി പുലരിക്കാതിരുകൾ വരുവതു കാണാനും ഭാഗ്യം വേണം. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. തളികയിൽ കളഭവുമായി ഉദയരാഗം മന്ദം വരുവതു കാണാനും ഭാഗ്യം വേണം. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. നീറും മനസ്സോടെ പൂന്താനം പാടിയ ഈരടികൾ കേൾക്കാനും ഭാഗ്യം വേണം. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. മേൽപ്പത്തൂരിൽ നിന്നു മൂറുന്ന ദശകങ്ങൾ ഓർപ്പാനും പാടാനും ഭാഗ്യം വേണം.
കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. നിത്യവും ആ തിരുനാമ ജപ മഹായജ്ഞത്തിൽ ചേരാനും ഭാഗ്യം വേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഭക്തന്മാർക്കാത്രേ കണ്ടാലും മതി വരാത്തോര കൃഷ്ണനാട്ടം കാണാൻ ഭാഗ്യം വേണം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഒരു ഗുരുവായൂരപ്പ എല്ലാവരെയും കാത്തുകൊള്ളണം. പറയാൻ പോകുന്നത് ഒരു ഗുരുവായൂരപ്പന്റെ ഓടക്കുഴലിന്റെ കഥയാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളത് പൊറുക്കണം. വളരെ കുറച്ചറിവിലാണ് ഞാനത് പറയണത്. പൊന്നുണ്ണികൃഷ്ണൻ വൃന്ദാവനത്തിലൂടെ കാട്ടിലൂടെ നടക്കുമ്പോൾ മുളന്തണ്ടിനോട് ചോദിച്ചു, എന്റെ പുല്ലാങ്കുഴലാവാൻ നിനക്ക് സാധിക്കുമോ എന്ന്. മുളന്തണ്ട് അതിനെ സമ്മതിച്ചു. അങ്ങനെ എല്ലാവർക്കും ഭഗവാന്റെ പുല്ലാങ്കുഴലാകാൻ മോഹമുണ്ട്. പക്ഷെ മുളന്തണ്ടിനാണ് അതിന് ഭാഗ്യം സിദ്ധിച്ചത്. മുളന്തണ്ട് തൻ്റെ മനസ്സിലെ എല്ലാ മജ്ജയും മാംസവും കളഞ്ഞ് ഭഗവാനിലേക്ക് ചേരുവാൻ ആഗ്രഹിച്ചു. ആ ശൂന്യതയുടെ ശക്തിയിൽ നിന്നും പൂർണ്ണമായി എല്ലാ അഹംഭാവവും വെടിഞ്ഞ് ഭഗവാൻ അത് കയ്യിലെടുക്കുകയും തൻ്റെ നിശ്വാസത്തിലൂടെ അതിൽ അമൃത് നിറച്ച് സംഗീതം ഒഴിക്കുകയും ചെയ്തു. ജീവിതപാഠം നമ്മുടെ ഉള്ളിലെ എല്ലാ അഹങ്കാരവും മാറ്റി തടസ്സങ്ങളും നീക്കം ചെയ്താൽ ഭഗവാന്റെ ഉപകരണമായി നമ്മളും മാറും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അഹങ്കാരവും അഹംഭാവവും വെടിഞ്ഞ് ഭഗവാനിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ നമുക്കും ഗുരുവായൂരപ്പന്റെ പുല്ലാങ്കുഴലാവാൻ സാധിക്കും. അതാണ് പുല്ലാങ്കുഴലിന്റെ കഥ. ഭഗവാന്റെ പുല്ലാങ്കുഴലിന്റെ കഥ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, ലൈക്ക് ചെയ്യുക.